രാവിലെ ഉണ്ടല്ലോ സവാള ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കി കാണിച്ചിട്ടെ. രാവിലെ നമുക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സവാള വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് 2 ദിവസം ഇരുന്നാലും കേടും വരത്തില്ല. നല്ല ഇരിക്കുന്നതോറും സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു സവാള എടുത്തിട്ട് അതായത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതായത് ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. ഇനിയുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഫുൾ എടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഞാനിപ്പം അതും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ. ഇഞ്ചിയും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയുണ്ടല്ലോ ഇത്ര എടുത്തിട്ടുള്ളേ. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈര് കുറച്ച് തൈര് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ, വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം, അതും 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് കറക്കിയിട്ട് നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന സവാളയുടെയും ഈ തക്കാളിയുടെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് എടുത്തങ്ങ് ഒഴിച്ചോട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ താളിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഇത്തിരി കടുക് പൊട്ടിക്കുക. കടുകും കറിവേപ്പിലയും കൂടെ അങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിക്ക് നല്ലൊരു കളറും കിട്ടും. ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ സർലാസൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൽ രുചിയാണ്. അപ്പം ഇത് നമുക്ക് വെറുതെ നമുക്ക് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറി 5 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചതോ ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ കറി ഇല്ലെങ്കിൽ ഇതുപോലെ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയാണ് അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കൊണ്ട് കാണാവേ. ബൈ. രാവിലെ ഉണ്ടല്ലോ സവാള ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കി കാണിച്ചിട്ടെ. രാവിലെ നമുക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സവാള വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് 2 ദിവസം ഇരുന്നാലും കേടും വരത്തില്ല. നല്ല ഇരിക്കുന്നതോറും സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. ഇനിയുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഫുൾ എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഞാനിപ്പം അതും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ. ഇഞ്ചിയും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയുണ്ടല്ലോ ഇത്ര എടുത്തിട്ടുള്ളേ. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈര് കുറച്ച് തൈര് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കുഞ്ഞു ജീരകം ഉണ്ടല്ലോ, വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം, അതും 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് കറക്കിയിട്ട് നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന സവാളയുടെ ഈ തക്കാളിയുടെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് എടുത്തങ്ങ് ഒഴിച്ചോട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ താളിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഇത്തിരി കടുക് പൊട്ടിക്കുക. കടുകും കറിവേപ്പിലയും കൂടെ അങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിക്ക്